തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ പുലർക്കാലം മുതൽ സജീവമായിരുന്നു ബഹ്റൈനിലെ പ്രവാസികൾ രാപ്പാർക്കുന്ന ലേബർ ക്യാമ്പുകളും അക്കമഡേഷനുകളും. ടെലിവിഷൻ ചാനലുകളുടെ സ്ക്രീനുകളിൽ മിന്നിമറയുന്ന അക്കങ്ങളോടൊപ്പം ചർച്ചകളും കത്തിക്കയറി. ഒരേ മേൽക്കൂരക്കു കീഴിൽ ഒരുമിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഇത്തിരിപ്പോന്ന സ്നേഹക്കൂടുകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന മലയാളികൾ പരസ്പരമുള്ള സൗഹൃദം കൈവിടാതെയായിരുന്നു ചർച്ചകൾ നടത്തിയത്. മലയാളി സുഹൃത്തുക്കളോടൊപ്പം ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ചർച്ചകളിൽ പങ്കുചേർന്നു. വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗവാക്കാകുന്നതിന്റെ സന്തോഷം കൂടി ഈ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രകടമായിരുന്നു. കേരളത്തിലായാലും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടി ജയിച്ചു വന്നാലും ഇതുവരെ ഒന്നും അവർ കാര്യമായിട്ട് ചെയ്തു. ആം ആദ്മി പാർട്ടി നല്ലൊരു പാർട്ടിയായിരുന്നു. അവരെ തത്വങ്ങളും കാര്യങ്ങളും നല്ല ഇതായിരുന്നു. പക്ഷെ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ മുതൽ പ്രവാസികളുടെ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളാൽ മുഖരിതമായിരുന്നു ലേബർ ക്യാമ്പുകൾ. ബഹ്റൈനിലെ ട്രാസ് ഇന്റർനാഷണലിന്റെ ലേബർ ക്യാമ്പിൽ നിന്നും സിറാജ് പള്ളിക്കര, മീഡിയ 1.